Dear students, today we are going to discuss about T1 carrier signaling. So it is a topic in the minor course of digital communication and it is in the third module. So T1 carrier signaling. Basically, let us see digital signal 0 or DS0. DS0 is digital signal 0 and it is the fundamental key for understanding digital telephony. So it is a basic term which is used in digital telephony, and T1 carrier is also used in the case of digital telephony. So first of all, let us see digital signal 0. For a typical telephone call, the analog sound is digitized with the pulse code modulation method at 8000 samples per second with 8-bit depth resolution. The result is 64 kilobits per second and this digital signal rate is known as DS0. So, നമ്മളൊരു ഡിജിറ്റൽ ടെലിഫോൺ കോൾ നോക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലെന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? വോയിസ് സിഗ്നലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ? സ്പീച്ച് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ടെലിഫോൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റേനേക്കാളും ഇപ്പോൾ ഡാറ്റ ഒക്കെ സെൻഡ് ചെയ്യുന്ന കേസ് ഉണ്ട്. പക്ഷേ ടെലിഫോൺ ലൈനിലൂടെ തന്നെ നമ്മൾ വോയിസ് ആണ് പൊതുവെ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ അനലോഗ് സിഗ്നലായിരിക്കും അല്ലേ, വോയിസ് എന്ന് പറയുന്നത്. അതിനെ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പൾസ് കോഡ് മോഡുലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പൾസ് കോഡ് മോഡുലേഷൻ പഠിച്ചതാണ്. ആക്ച്വലി ഇറ്റ് ഈസ് എ ബേസ് ബാൻഡ് മോഡുലേഷനാണ്. അത് കാരിയർ സിഗ്നൽ യൂസ് ചെയ്യാതെ സിഗ്നലിനെ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് PCM എന്ന് പറയുന്നത് അല്ലേ. അതൊരു പൾസ് കോഡ് മോഡുലേഷൻ എന്നാണ് പറയുന്നതെങ്കിൽ കൂടിയും അതൊരു മോഡുലേഷൻ അല്ല ആക്ച്വലി നടക്കുന്നത്. അവിടെ ഒരു എൻകോഡിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ കാരിയർ സിഗ്നലൊന്നും യൂസ് ചെയ്യുന്നില്ല അതിൻ്റെ കേസിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? PCM മെയിനായിട്ട് ക്വാണ്ടൈസേഷൻ ഉണ്ട്, എൻകോഡിംഗ് ഉണ്ട്, ക്വാണ്ടൈസേഷൻ ഉണ്ട്. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ഒരു ക്വാണ്ടൈസേഷൻ എന്നൊരു പെർട്ടിക്കുലർ ലെവലിലേക്ക് നമ്മൾ സിഗ്നലിനെ എടുക്കുകയാണ്. സിഗ്നലിന് സാമ്പിൾസിന് എടുക്കുന്നതാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിങ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ക്വാണ്ടൈസ് ചെയ്യും. ഇത്രയും പ്രോസസ്സ് PCM നടക്കുന്നുണ്ട്. എൻകോഡിങ്ങും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടെലിഫോണിൽ സൗണ്ട് സിഗ്നലിനെ PCM വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഡിജിറ്റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണ് PCM ചെയ്യുമ്പോൾ നമ്മളതിന് സാമ്പിൾസ് എടുക്കുന്നുണ്ട്. അപ്പോൾ സ്പീച്ച് സിഗ്നലിന് പൊതുവേ നമ്മൾ എടുക്കുന്ന സാമ്പിൾസ് എന്ന് പറയുന്നത് 8000 സാമ്പിൾസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 8000 സാമ്പിൾസ് ഒരു സെക്കൻഡിൽ എടുക്കും. അപ്പോൾ അത്രയും അടുപ്പിച്ച് സിഗ്നൽസ് നമ്മൾ എടുക്കും. ഒരു സെക്കൻഡിൽ എടുക്കുന്ന സാമ്പിൾസിൻ്റെ എണ്ണമാണത്. അപ്പോൾ അതിൽ ഓരോ സാമ്പിൾസിനൊന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 8 ബിറ്റ്സ് ആണ്. അതാണ് പറയുന്നത്. അതിൻ്റെ റെസൊല്യൂഷൻ എത്രയാണ്? 8 ബിറ്റ് ഡെപ്ത് റെസൊല്യൂഷനുള്ള സാമ്പിൾസാണ് എടുക്കുന്നത്. അതായത് ഓരോ സാമ്പിളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഒരു സാമ്പിളിന് 8 ബിറ്റാണ്. അപ്പോൾ 8000 സാമ്പിൾ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ. 8000 സാമ്പിൾസ് വി ആർ ടേക്കിംഗ്. സോ കറസ്പോണ്ടിങ് ടു 8000 samples, how many bits will be there? 64,000 bits will be there. That is a calculation done here. So that is 64 kilobits per second. So the result is 64 kilobits per second and this digital signal rate is known as DS0. That is digital signal 0 means that ഒരു ഡിജിറ്റൽ സിഗ്നൽ 0 എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന വോയിസ് സിഗ്നലിൻ്റെ അകത്തുള്ള സിഗ്നൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു സാമ്പിൾ 8000 സാമ്പിൾസ് ഉണ്ടാവും സെക്കൻഡിലുള്ള. ആ ഒരു സെക്കൻഡിലുള്ള സാമ്പിൾസിൻ്റെ റേറ്റ് എത്ര ബിറ്റ്സ് വേണം അതിനെ റെപ്രസെൻ്റ്, അതാണ് ഡിജിറ്റൽ സിഗ്നൽ 0 റേറ്റ് എന്ന് പറയുന്നത്, DS0. ദിസ് ഡിജിറ്റൽ സിഗ്നൽ റേറ്റ് ഈസ് നോൺ ആസ് DS0. അതെത്രയാണ് വാല്യൂ? 64 kilobits per second ആണ്. അപ്പോൾ അതായത് 8000 ഒരു സെക്കൻഡിലുള്ള സാമ്പിൾസ് എന്ന് പറയുന്നത് 8000 ആണ്. അതിനെ ഒരു സെക്കൻഡിലുള്ള സാമ്പിൾസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ട ബിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 64 kilobits per second ആണ്. സോ ഇറ്റ് ഈസ് ദി ബേസ് ഡിജിറ്റൽ യൂണിറ്റ് ഓഫ് ദി ടെലിഫോൺ സിസ്റ്റം. അപ്പോൾ ഇതാണ് ഒരു ടെലിഫോൺ സിസ്റ്റത്തിൻ്റെ ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ 0 എന്താണെന്ന് മനസ്സിലാക്കുക. 64 kilobits per second ആണ് അതിൻ്റെ റേറ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 8000 സാമ്പിൾസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ട ബിറ്റ്സിൻ്റെ എണ്ണത്തിനെയാണ് ആക്ച്വലി DS0 എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ ടെലിഫോൺ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, so each analog voice call gets converted into DS0 signal at the central office of the PSTN, that is public switched telephone network. The DS0 rate also forms the basis for T carrier, E carrier, SONET or SDH. അപ്പോൾ നമുക്ക് അറിയേണ്ടത് T1 carrier അല്ല T1 സിഗ്നലിങ്ങിനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അറിയേണ്ടത് T1 carrier ആണ് അറിയേണ്ടത്. അതിനൊരു ഇൻട്രഡക്ഷൻ ആയിട്ടാണ് ഇത് പറയുന്നത്. അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഇൻട്രഡക്ഷനായിട്ട്. അപ്പോൾ നമ്മൾ സ്പീച്ച് സിഗ്നലിനെ എന്തായിട്ടാണ് ഫസ്റ്റ് DS0 സിഗ്നലായിട്ട് മാറ്റും. DS0 എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ PCM ചെയ്തതിന് ശേഷം കിട്ടുന്ന സാമ്പിൾസിനെയാണ് നമ്മൾ DS0 സിഗ്നൽ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിലെ സാമ്പിൾസ്
കേബിൾസിന്. അപ്പോൾ DS0 സിഗ്നൽ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റും, അത് DS0 സിഗ്നലാക്കി മാറ്റും. അപ്പോൾ അത് എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നടക്കുന്നത് PSTN സെൻട്രൽ ഓഫീസിലാണ്. അപ്പോൾ നമുക്ക് ടെലിഫോൺ സിസ്റ്റത്തിന് വലിയൊരു ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്, അതിൽ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരു യൂണിറ്റാണ് PSTN, പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെല്ലാം സെൻട്രൽ ഓഫീസിൽ അവിടെ വെച്ചിട്ടാണ് ഈ കൺവേർഷൻ നടക്കുന്നത്. ഈച്ച് അനലോഗ് വോയിസ് കോൾ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു DS0 സിഗ്നൽ അറ്റ് ദി സെൻട്രൽ ഓഫീസ് ഓഫ് ദി PSTN, that is public switched telephone network. The DS0 rate also forms the basis for T carrier, E carrier, SONET or STH. അപ്പോൾ ഈ ഒരു കൺവേർഷൻ്റെ സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ടി കാരിയർ എന്ന് പറയുന്നത്. നമുക്ക് T1 കാരിയറാണ് നമ്മൾ പഠിക്കേണ്ടത്. T1 കാരിയർ സിഗ്നലിംഗ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ തന്നെ T1 T1 ഉണ്ട്, T2 ഉണ്ട്, T3 ഉണ്ട്, അങ്ങനെ കുറേ കാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ സം ഓഫ് ദി ടി കാരിയർ ആൻഡ് ഇ കാരിയർ ലൈൻസ് പെക്യുലാരിറ്റീസ് ആർ ഷോൺ ഇൻ ദി ടേബിൾ. ഫസ്റ്റ് കാരിയർ ഈസ് T1 കാരിയർ. നമ്മൾ T1 കാരിയറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഫസ്റ്റ് T1 കാരിയർ, സി what is its peculiarities? It contains 24 channels. അതായത് ഒരു T1 കാരിയർ എന്ന് പറയുന്നത് 24 ചാനൽസ് ഉണ്ടായിരിക്കും. ആ 24 ചാനൽസിനെയാണ് ഒരു ഫ്രെയിം എന്ന് നമ്മൾ പറയുക, ഒരു ഫ്രെയിം. അപ്പോൾ 24 ചാനൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ ചാനലായിട്ട് തിരിക്കുന്നത്? നമുക്ക് ഡിഫറെൻറ്റ് വോയിസ് സിഗ്നൽസിനെ അതായത് ഡിഫറെൻറ്റ് ചാനൽസിൽ ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചാനൽസ്. ഒരു കാരിയർ തന്നെ T1 എന്നുള്ളൊരു കാരിയർ തന്നെ, ആ കാരിയറിൽ തന്നെ 24 ചാനൽ ഉണ്ടായിരിക്കും. അതിൽ ഓരോ ചാനലിനും ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻ നമുക്ക് സെൻഡ് ചെയ്യാം, ടൈം സ്ലോട്ട് വെച്ചിട്ട്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒന്നാമത്തെ ചാനലിലുള്ള ഇൻഫോർമേഷൻ എടുക്കുന്നെങ്കിൽ അടുത്ത ടൈമിൽ എന്തായിരിക്കും രണ്ടാമത്തെ ചാനലിലുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും. അങ്ങനെ 24 ചാനലിൽ ഓരോ സമയത്തും ഒരേ കാരിയറിൽ തന്നെ ഡിഫറെൻറ്റ് ടൈം സ്ലോട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കാരിയർ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അറിയേണ്ടത് 24 ചാനൽസ് ഉണ്ടായിരിക്കും. മാക്സിമം ത്രൂപുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1.544 Mbps. മാക്സിമം ട്രാൻസ്മിഷൻ റേറ്റ് ആണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. നമ്മൾ ലേറ്റർ അത് ഡിറൈവ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ മാക്സിമം ത്രൂപുട്ട് ഈസ് 1.544 Mbps ആണ് അതിൻ്റെ മാക്സിമം ത്രൂപുട്ട് എന്ന് പറയുന്നത്. മാക്സിമം ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ട്രാൻസ്മിഷൻ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് T3 കാരിയർ, അതിൽ എന്ന് വെച്ചാൽ 672 ചാനൽസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് 672 മൾട്ടിപ്പിൾസ് ഓഫ് T1 ലൈൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോ ഇറ്റ്സ് ത്രൂപുട്ട് ഇസ് 44.736 Mbps ആൻഡ് E1 കാരിയർ ഹാസ് എ 32 ചാനൽസ് ആൻഡ് മാക്സിമം ത്രൂപുട്ട് ഇസ് 2.048 Mbps ആൻഡ് E3 കാരിയർ ഹാസ് 512 channels and which is 16 multiples of E1 lines and maximum throughput is 34.368 Mbps. So this is general introduction, and each T1 channel has one DS0. ഒരു T1 ചാനൽ എന്ന് പറയുന്നത് ഒരു DS0 ആണ്, ഒരു T1 കാരിയർ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനലിനൊക്കെ 24 ചാനൽസ് ആയാലും ഒരു ചാനൽ. അപ്പോൾ ഒരു ചാനലിന് എത്രയാണ്? 1 DS0 ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ബിറ്റ് റേറ്റ് എത്രയായിരിക്കും? ഒരു DS0 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എത്ര പറഞ്ഞു? ഫസ്റ്റ് സ്ലൈഡിൽ നോക്കുക. ഒരു DS0 എന്ന് പറയുന്നത് 64 kbps ആണ്. അപ്പോൾ ഒരു T1ൻ്റെ ഒരു ചാനൽ, അപ്പോൾ എത്ര ചാനലുണ്ട് എന്ന് പറഞ്ഞു? 24 ചാനൽസ് ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞു. അതിലുള്ള ഒരു ചാനൽ എന്ന് പറയുന്നത് ഒരു DS0ന് സിമിലർ ആണ്. അപ്പോൾ അതിൻ്റെ ബിറ്റ്സ് അത് ആ ചാനലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ട ബിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 × 64 kbps ആണ്. അപ്പോൾ അത് എത്ര വരിക? 64 kbps തന്നെയാണ്. അപ്പോൾ 24 ചാനൽസിനും കൂടി ടോട്ടൽ T1 കാരിയർ ചാനലിന് എത്രയുണ്ടാവും? 24 × 64 kbps. അതപ്പോൾ എത്രയിട്ടാണ്? 1.544 Mbps. അതായത് ഒരെണ്ണത്തിന് 64 kbps ബിറ്റ്സ് ആണ് റേറ്റ്. സെക്കൻഡിൽ ഇത്രയും ബിറ്റ്സ് വേണം കാണിക്കണമെങ്കിൽ 24 ചാനലിലും കൂടി 24 × 64 kbps ആയിരിക്കും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, 1.544 Mbps ആയിരിക്കും. അപ്പോൾ T1 ചാനൽ മൊത്തത്തിലുള്ള T1 കാരിയറിന് എത്രയുണ്ടായിരിക്കും? 1.544 Mbps. അതാണ് മാക്സിമം ത്രൂപുട്ട് റേറ്റ്, ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഇത്രയും ബിറ്റ്സ് വേണം, അതിന് ബിറ്റ്സ് ഉണ്ടായിരിക്കും അതിൽ മാക്സിമം. അത് എത്രയും റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, T-carrier technologies are used in the North America and Asia. In some other regions like Europe, a similar technology E-carrier is used. E1 and E3 are T1 and T3 equivalent, but there are some differences. But when you calculate the throughputs with your calculation, you can find the math is wrong because they are not the exact number you expect. For example, for the T3 line, we have said that T3 is equal to 672, which is 28 multiples of T1 lines. So 28 into T1 lines is equal to 28 into
but we can calculate 28 into T1 line, that is equal to 43.232 megabits per second, but actually it is 44.736 megabits per second. അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് T3 കാരിയറിന് എന്താണ് 672 ആണ് ചാനൽസ് ഉള്ളത്. അപ്പോൾ അത് 28 മൾട്ടിപ്പിൾസ് ഓഫ് T1 ലൈൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന 28 മൾട്ടിപ്പിൾസ് ഓഫ് T1 ലൈൻസിനെ കൊണ്ട് മൾട്ടിപ്ലൈ 28 ഇൻറ്റു T1 ലൈൻസിൻ്റെ എത്രയാണ് T1 ലൈൻസിൻ്റെ എത്ര 1.544 മെഗാബിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 43.232 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ എത്രയാണ് മാക്സിമം ത്രൂപുട്ട് 44.736 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അത് തമ്മിൽ ഡിഫറൻസ് ഇല്ല, അതാണ് പറഞ്ഞത്. നമ്മളിങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്താലും അത് തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബിറ്റ്സ് 24 ചാനൽസ് അല്ലാതെ അതിൽ കൂടുതൽ 24 ചാനൽസിനും കൂടി 24x64 കിലോ ബിറ്റ്സ് പെർ സെക്കൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അത് കൂടാതെ എക്സ്ട്രാ ബിറ്റും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ് സിങ്ക്രണൈസേഷൻ പർപ്പസിനും ഓവർ ഹെഡ് ബിറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാൽക്കുലേഷൻ കറക്റ്റ് അല്ലാതെ വരുന്നത്. ഓക്കെ, സോ ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി 44.736 megabits per second. This is because overhead and signaling data are also calculated for the throughput rate. When higher level lines are used, less overhead is required. So എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 24 ചാനൽസിന് ഒരു ചാനലിന് 64 കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നുള്ള റേറ്റിൽ 24 ചാനൽസിന് 1.544 മെഗാബിറ്റ്സ് പെർ സെക്കൻഡാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ അതിന് T3യിൽ വരുമ്പോൾ 28 മൾട്ടിപ്പിൾസ് ഓഫ് T1 എന്നാണ് പറയുന്നത്. പക്ഷേ ഈ T3 എടുക്കുമ്പോൾ നമ്മൾ T1ന് ഈ 24 ചാനൽസിൻ്റെ അകത്ത് ഇത്രയും ബിറ്റ്സ് അല്ലാതെ അതിന് എക്സ്ട്രാ ബിറ്റായ സിങ്ക്രണൈസേഷൻ ബിറ്റും അതുപോലെ തന്നെ ഓവർ ഹെഡ് ബിറ്റൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കാൽക്കുലേഷൻ നമ്മളിപ്പോൾ ചെയ്തതും ഇതിൽ പറഞ്ഞിരിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയൊരു ഡിഫറൻസ് എപ്പോഴും ഉണ്ടായിരിക്കും നമ്മുടെ കാൽക്കുലേഷൻ സൈഡിൽ വരുമ്പോൾ. ഇത് അത് പറഞ്ഞു. The T or E carrier technologies, time division multiplexing is used, and a physical cabling media is a mix of UTP, STP, coaxial cable, ഫൈബർ ഒപ്റ്റിക്സ് ആൻഡ് ഓർ മൈക്രോവേവ് ലിങ്ക്സ്. അപ്പോൾ ടി ആൻഡ് ഇ കാരിയർ നമ്മൾ പഠിക്കേണ്ട ടി ആണ്. അപ്പോൾ ആ ടെക്നോളജിയിൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഗുണം? ടൈം ഡിവിഷൻ ഒരേ സമയം തന്നെ, അതായത് ടൈം ഡിവിഷൻ കൂടുതൽ ഡാറ്റാസ് സെയിം കാരിയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫറെൻറ്റ് കാരിയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടുതലായിട്ടും വേണ്ടി വരും. അപ്പോൾ ഒരേ കാരിയർ തന്നെ യൂസ് ചെയ്തിട്ട് ഓരോ ടൈം സ്ലോട്ടിലും ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻ ഒരേ കാരിയറിൽ തന്നെ സെൻഡ് ചെയ്യുമ്പോൾ നമുക്കെന്താണ് ബാൻഡ് വിഡ്ത്ത് യൂട്ടിലൈസേഷൻ കുറവായിരിക്കും. അത് ബാൻഡ് വിഡ്ത്ത് കുറവേ വേണ്ടുള്ളൂ. അപ്പോൾ അത് ചാനലിന് നല്ല അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ നല്ലതാണ്. ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞ റിക്വയർമെൻറ്റ്സ് ഉള്ള സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മളിപ്പോൾ ഈ ടി കാരിയർ എന്നെല്ലാം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വിച്ചിങ്ങിൻ്റെ കേസിൽ ഒരു ടെലിഫോൺ നെറ്റ്വർക്കിൻ്റെ കേസിലാണെങ്കിൽ അതിന് യൂഷ്വലി എന്നാൽ ഫിസിക്കലി നമ്മൾ എങ്ങനെ കാണുക? ഒരു വയറാണ് കാണുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിസിക്കൽ കേബിളിംഗ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ കേബിളിംഗ് എന്ന് പറയുന്നത് ഒന്ന് യു ടി പി എന്ന് പറഞ്ഞാൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളാണ്. അത് ചിലപ്പോൾ എന്ന് വെച്ചാൽ വയർ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അതിനെ ഷീൽഡ് ചെയ്തിട്ടുണ്ടാവില്ല, അതിൻ്റെ പുറത്തൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ STP എന്ന് പറഞ്ഞാൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, വയേഴ്സ് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ വയർ ട്വിസ്റ്റ് ചെയ്യും, അതിൻ്റെ മുകളിൽ ഷീൽഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കോയാക്സിയൽ കേബിൾ എന്ന് പറയുമ്പോൾ ഒരു വയറിൻ്റെ മുകളിൽ വയറിന് ചുറ്റും വേറെ ഇൻസുലേഷനൊക്കെ വേറെ കോയാക്സിസിൽ തന്നെ രണ്ട് വയേഴ്സ് കൊടുക്കുന്നത് പോലെ, രണ്ട് സിലിണ്ടറിക്കൽ വയർ കൊടുക്കുന്ന പോലെ കോയാക്സിയൽ കേബിൾ. പിന്നെ ഫൈബർ ഒപ്റ്റിക് കേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, അതിന് ലൈറ്റിൻ്റെ ഫോമിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന രീതിയിൽ. ഇതൊക്കെയാണ് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ ടെലിഫോണിൽ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ കേബിളിംഗ് മീഡിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ മൈക്രോവേവ് ലിങ്ക്സ് ആയിരിക്കാം. മൈക്രോവേവ് ലിങ്ക്സ് ആകുമ്പോൾ അതെന്ന് വെച്ചാൽ വയർലെസ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ ടെലിഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫിസിക്കൽ കേബിളിംഗ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ ബിസിനസ് വൺസ് റിലൈഡ് ഓൺ T1 ലൈൻസ് ആസ് ദെയർ പ്രൈമറി മെത്തേഡ് ഓഫ് ഇൻ്റർനെറ്റ് ആക്സസ് ബിഫോർ ബിസിനസ് ക്ലാസ് DSL ബിക്കം പോപ്പുലർ. അതായത് പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ T1 ലൈൻസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനാണ്. അത് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ്. പക്ഷേ ആദ്യമൊക്കെ T1 ലൈൻസ് ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്തിരുന്നത്? നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. T1 and T3 ലീസ്റ്റ് ലൈൻസ് ആർ വെരി എക്സ്പെൻസീവ് ആൻഡ് സംടൈംസ് എ ഫ്രാക്ഷണൽ ലൈൻ ഈസ് യൂസ്ഡ്. സോ
they are not suitable for residential users, especially there are many other high-speed options are available. T1 carrier systems used in the digital telephony multiplexes 24 voice channels based on 8-bit PCM, and each voice signal is put through a low-pass filter with the cutoff frequency of 3.4 kilohertz. And the low pass filter output is sampled at 8 kilohertz. Then the single bit is added at the end of the frame for the purpose of synchronization. അപ്പോൾ നമുക്ക് ജനറലി T1 കാരിയർ സിസ്റ്റത്തിന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും പറയണം. അതായത് T1 കാരിയർ സിസ്റ്റത്തിനകത്ത് ഡിജിറ്റൽ ടെലിഫോണിയിലാണ് നമ്മൾ T1 കാരിയർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി അതിൽ എത്ര നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 24 ചാനൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ചാനലിലും ഓരോ ചാനലിലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ചാനലിനെ നമ്മൾ വോയിസ് സിഗ്നലാണല്ലോ വരുന്നത്. വോയിസ് സിഗ്നൽ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് PCM യൂസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ 8-bit 24 voice channels based on 8-bit PCM. Each voice signal is put through a no-pass filter with the cutoff frequency of 3.4 kilohertz. അപ്പോൾ നമ്മൾ ഓരോ വോയിസ് സിഗ്നലും ഈ 24 ചാനൽസിൽ അയക്കുന്നതെന്ന് വിചാരിക്കും. 24 ചാനൽസിൽ ഓരോ പോർഷൻസിലായിട്ട്, അതായത് 24 ചാനൽസിൽ ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു വോയിസ്, അടുത്ത ചാനലിൽ വേറൊരു വോയിസ്, അങ്ങനെ വെച്ച് അയക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം വോയിസ് സിഗ്നൽ എന്ത് ചെയ്യുക, ഒരു ലോ പാസ് ഫിൽറ്ററിനെ പറഞ്ഞേക്കും. ലോ പാസ് ഫിൽറ്ററിന് ലോ ഫ്രീക്വൻസീസ് മാത്രം കടത്തിവിടും, ബാക്കിയുള്ള ഫ്രീക്വൻസീസ് ഒന്നും കടത്തിവിടില്ല. അപ്പോൾ നമ്മൾ പെർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രമേ കടത്തിവിടുള്ളൂ, ഒരു പെർട്ടിക്കുലർ ലോ ഫ്രീക്വൻസീസ് മാത്രമേ കടത്തിവിടൂ. അപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 3.4 കിലോഹെർട്സ് ആണ്. ആൻഡ് ദി ലോ പാസ് ഫിൽറ്റർ ഔട്ട്പുട്ട് ഈസ് സാമ്പിൾഡ്. അപ്പോൾ ലോ പാസ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് പിന്നെ എന്ത് ചെയ്യുന്നത്, സാമ്പിൾ ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 8 കിലോഹെർട്സ് ആണ്. 8000 സാമ്പിൾസ് പെർ സെക്കൻഡ് ആയിട്ടാണ് സാമ്പിൾ ചെയ്യുന്നത്. അതായത് ഒരു സെക്കൻഡിൽ 8000 സാമ്പിൾസ് എടുക്കും. ഇതിൻ്റെ സിംഗിൾ ബിറ്റ് ഈസ് ആഡഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫ്രെയിം. അപ്പോൾ ആ ഒരു ഫ്രെയിം എന്ന ഈ 24 ചാനൽസിലെയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനുള്ളിൽ വരുന്ന വോയിസ് സിഗ്നലിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അയക്കുന്ന T1 കാരിയർ ചാനലിലൂടെ നമ്മൾ അയക്കുന്ന വോയിസ് സിഗ്നലിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇതിന് സാമ്പിൾ ചെയ്യുന്ന റേറ്റും അതുപോലെ തന്നെ ലോ പാസ് ഫിൽറ്ററിന് അതിൽ യൂസ് ചെയ്യുന്ന ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി, കട്ട് ഓഫ് ഫ്രീക്വൻസിയും പറഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ ഈ ഫ്രെയിമിൻ്റെ അവസാനമായിട്ട് ഒരു ബിറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഫ്രെയിം എ സിംഗിൾ ബിറ്റ് ഈസ് ആഡഡ് ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ടാണ് ആ ബിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിൻ്റെ റേറ്റിംഗ് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള കാൽക്കുലേഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ.